ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാന്നുള്ളത് കേട്ടോ. അതിനായിട്ട് ഏറ്റവും ടോപ്പിലുള്ള ഈ സോഷ്യൽ മീഡിയ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. നമുക്ക് ഏതെടുക്കാം കേട്ടോ. അവിടെ ജസ്റ്റ് സോഷ്യൽ മീഡിയ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. അതിൽ ഒരുപാട് വിടുത്താൻ ചെയ്തിട്ടുള്ള ഒരുപാട് പോസ്റ്റ് കാണാം. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റഗ്രാം സ്റ്റോറി എടുക്കുന്നു. ആ സ്റ്റോറി വലുപ്പത്തിലുള്ള ഒരു ക്യാൻവാസ് ഇവിടെ നമുക്ക് കിട്ടിയില്ലേ. ഇനി ഇതിലേക്ക് നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ അപ്ലോഡ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. നിങ്ങൾ അപ്ലോഡ് എന്നുള്ള സെക്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇമേജ്, വീഡിയോ, ഓഡിയോ എന്ന് 3 ഓപ്ഷൻസ് കാണാം. അതിൽ വീഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ഫയൽസ്, ശേഷം ഡിവൈസ്, പിന്നെ ഫോട്ടോ ലൈബ്രറി എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാം. ഇനി അതെല്ലാം നമുക്ക് ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീഡിയോനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വീഡിയോ ഇങ്ങനെ ആഡ് ചെയ്യുക. ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമേജ് എടുക്കുക, ശേഷം അപ്ലോഡ് ഫയൽസ്, ഡിവൈസ്, അങ്ങനെ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇനി അതെല്ലാം ക്യാൻവയിൽ നിന്ന് തന്നെ നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഡിസൈൻ്റെ അപ്പുറത്തുള്ള എലമെൻറ്റ്സ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ശേഷം സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് എലമെൻറ്റ്സ് കാണാം. ഷേപ്പ്, ഗ്രാഫിക്സ്, സ്റ്റിക്കേഴ്സ്, ഫോട്ടോസ്, വീഡിയോസ്, ഇതൊക്കെ എലമെൻറ്റാണ്. ഇതിൽ ഏത് എലമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഫോട്ടോസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് വേണ്ട ഫോട്ടോ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാം. പിന്നെ ഇവിടെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം കേട്ടോ. ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു ഫോട്ടോ കൂടി ആഡ് ചെയ്ത് വെക്കാം. അതിനായിട്ട് എലമെൻറ്റ്സ് എന്ന ഭാഗത്തിന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനതിലേക്ക് ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മളെന്ത് ചെയ്യുന്നു, ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി ഈ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റിമൂവ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യൽ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിങ്ങനെ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് റിമൂവ് ചെയ്യൽ നമുക്ക് അടുത്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ഹോം പേജിൻ്റെ തുറക്കാണ്. അതിൽ വീഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. വീഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ഷേസിലും എടുത്തിട്ടുള്ള വീഡിയോസിൻ്റെ ആസ്പെക്ട് റേഷ്യോ കാണാം. അവിടെ ഞാൻ വീഡിയോ 1080 പിക്സൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം കേട്ടോ. നോർമലായിട്ടുള്ള വീഡിയോൻ്റെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് വിസിബിളായിപ്പോൾ. ഇനിയിപ്പോൾ ഇതിലേക്കൊരു വീഡിയോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഈ അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് പോയിട്ട് ഗാലറിയിൽ നമുക്ക് എന്ത് ചെയ്യുക, അപ്ലോഡ് ഫയൽസ്, വീഡിയോ, അങ്ങനെ നമുക്ക് ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം. ഇനി അതല്ല, ഏറ്റവും ഫസ്റ്റുള്ള എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് സെർച്ച് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അതങ്ങനെ കാണിച്ചു തരാം. സെർച്ച് എലമെൻറ്റ്സ്, വീഡിയോസ്. ഇവിടെ നമുക്ക് വേണ്ട വീഡിയോസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് വരും. ആ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഞാൻ ആദ്യം ഇതിലേക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ കൊടുക്കണം കേട്ടോ. അതിന് എലമെൻറ്റ്സിൽ തന്നെ പോയിട്ട് ഞാൻ ഫോട്ടോസ്, ഇതിലേതൊരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യണേ. ഇതിലേക്ക് ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് ഈ ഫോട്ടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്തിട്ട് 3 ഡോട്ട് വരും. ആ ഡോട്ട് പ്രസ് ചെയ്യാം. അത് താഴത്ത് സെറ്റ് ആസ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്നുണ്ടാവും. സെറ്റ് ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ടൈം ലൈൻ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഇമേജ് കൂടി കൊണ്ടുവരാം. അതിനായിട്ട് എലമെൻസിൽ പോകുന്നു. നമുക്ക് വേണ്ട ഇമേജ് കൂടെ സെർച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇമേജ് എന്നുള്ളിൽ പോയിട്ട് ഹെലികോപ്റ്ററും സെർച്ച് ചെയ്യണേ. ശേഷം ഈ ഒരു ഫോട്ടോ എടുക്കുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്നുള്ള ഓപ്ഷൻ ഞാൻ പ്രസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയിലേക്ക് മാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യൽ. ശേഷം നമുക്ക് അടുത്ത വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അടുത്ത ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് ഈ 3 ഡോട്ടുകൾ പ്രസ് ചെയ്യുക. അങ്ങനെ ഇതിൻ്റെ സെറ്റ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യുക, അടുത്ത എലമെൻറ്റ് കൊണ്ടുവന്നിട്ട് ആഡ് ചെയ്യാം. ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യൽ. അപ്പോൾ ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാൻവയിൽ പ്രോ വേർഷൻ എടുക്കണം. അപ്പോൾ ഈ പ്രോ വേർഷൻ നമുക്ക് വളരെയധികം ചിലവ് കുറഞ്ഞ രൂപത്തിൽ എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. താങ്ക് യു.